ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ എല്ലാവരുടെയും ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ്, ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇനി ഞാൻ ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ, ജനുവരി ലാസ്റ്റ് ആകാറായില്ലേ, മിസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ, എനിക്ക് ബേസ് ഒന്നുമില്ല, കാര്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്, കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് കാര്യമുള്ളത്? ഇതിപ്പോൾ ജനുവരി ലാസ്റ്റേ ആയിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ ഫെബ്രുവരി ഒരു മാസം ഫുള്ളുണ്ട്. ജാനുവരിയിൽ ഇനി 10 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൗണ്ട് ചെയ്യണം. 10 days നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഇനിയും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇനി ജോയിൻ ചെയ്തിട്ടാണെങ്കിലും കാര്യമുണ്ട്, ഇനി പഠിച്ചിട്ടാണെങ്കിലും കാര്യമുണ്ട്. ഇപ്പോൾ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും മൊത്തത്തിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇനിയാണെങ്കിലും കാര്യമുണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ പറയും, എനിക്ക് മോഡൽ വരുന്നുണ്ടല്ലോ, പ്രാക്ടിക്കൽസ് വരുന്നുണ്ടല്ലോ. ഫുൾ ഡേ പ്രാക്ടിക്കൽ ഉണ്ടാവില്ലല്ലോ. ഒരു ദിവസത്തിലെ, അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസത്തിലെ വെറും 3 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ഒരു ദിവസം 3 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ഇനിയാണെങ്കിലും നിങ്ങൾക്ക് A+ കൂടിയിട്ടോ അല്ലെങ്കിൽ ഡബിൾ പാസ്സോട് കൂടിയിട്ടൊക്കെ പുറത്തേക്ക് വരണമെങ്കിൽ ഒരു ദിവസത്തിൽ 3 മണിക്കൂർ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, തനിയെ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിലെ 6 മണിക്കൂർ നിങ്ങൾ, കാരണം നിങ്ങൾ തനിയെ പഠിച്ചെടുത്ത് വരുമ്പോൾ ഡബിൾ ടൈം നിങ്ങൾക്ക് വേണ്ടി വരും. സോ ഒരു ദിവസത്തിലെ 6 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇത് സാധിക്കും. അപ്പോൾ 6 മണിക്കൂർ എങ്ങനെ മാറ്റി വയ്ക്കുന്നത്? സ്കൂളില്ലേ, സ്കൂൾ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അടയ്ക്കുമല്ലോ. മോഡൽ എക്സാമിന് മുന്നേക്കായിട്ട് സ്കൂൾ അടയ്ക്കുമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഫുൾ ഡേ നിങ്ങളുടെ കയ്യിലുണ്ട്. ഫോണൊക്കെ ഗെയിം കളിക്കുന്നതിന്, ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുന്നതിനൊക്കെ ഉള്ള പരിപാടികളൊക്കെ നിർത്തിക്കോളാം. അതൊക്കെ കുറച്ച് സമയം ഉപയോഗിക്കാം, ബ്രേക്ക് ടൈമിലൊക്കെ ഉപയോഗിക്കാം. രാവിലെ ഉപയോഗിക്കാം, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കാം, ഉച്ചയ്ക്ക് കുറച്ച് സമയം ഉപയോഗിക്കാം, ഒന്നും പ്രശ്നമില്ല. ബട്ട് 6 hour പഠനത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിക്കൊള്ളണം. ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ ജസ്റ്റ് 3 hour ഒരു ദിവസത്തിലേയും നിങ്ങൾ മാറ്റി വെച്ചോളണം. പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളവർ എന്ത് ചെയ്യണം? ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളവർ 1 hour ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചോളണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനിയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കുറേ ടോപ്പിക്സില്ലേ, ടോപ്പിക്സിനൊക്കെ എന്ത് ചെയ്യുക? സബ് ഡിവൈഡ് ചെയ്യുക. കുഞ്ഞു ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുക. നമ്മുടെ ബാച്ചിൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അപ്പോൾ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം. 999 വരുന്നത് 2 മാസത്തെ ഫീസാണ് കേട്ടോ പിള്ളേരെ. 2 മാസത്തെ ഫീസാണ്. ഓക്കെ, 2 മാസത്തെ ഫീസ് ഒരുമിച്ച് നമ്മൾ വാങ്ങിക്കുന്നത്. കാരണം 2 മാസം കൊണ്ട് ഇത് നിങ്ങളെ പഠിപ്പിച്ച് തീർക്കാൻ പറ്റുള്ളൂ. കാരണം എക്സാം ടഫായല്ലോ. അപ്പോൾ അതുകൊണ്ട് നോർമൽ ലെവലുള്ള ക്വസ്റ്റ്യൻസും പഠിക്കണം. ടഫായിട്ട് വന്നാൽ മാക്സിമം എത്ര ടഫാകും എന്നുള്ള ചോദ്യവും പഠിക്കണം. അപ്പോൾ ഇനി അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം വരില്ല, നമുക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് പേര് ജോയിൻ ചെയ്തവരിൽ നിന്ന് തന്നെ അവർ പറയുന്ന ഫീഡ്ബാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. കാരണം അത്രയും കൺസെപ്റ്റ് ബേസിക്സോട് കൂടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ +1 അറിയില്ലേ, +1 ഫെയിലാണോ, ഒരു പ്രശ്നമില്ല, +2 നമുക്ക് പാസ്സാവാൻ പറ്റും. +2 ആ രീതിക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നത്. +1 ഫെയിലാണോ, അക്കൗണ്ടൻസി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ, വെറും 199 രൂപ പേ ചെയ്താൽ അക്കൗണ്ടൻസിയുടെ മുഴുവൻ ക്ലാസ്സും കിട്ടി അത് പഠിച്ചത് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ്സാകാൻ പറ്റും. അതിന് 1 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്താൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലാസ്റ്റ് ഒരു ചാൻസ് ആണ്. എക്സാം എല്ലാം എഴുതി കഴിഞ്ഞിട്ട് അന്ന് ജോയിൻ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു നിരാശബോധം നിങ്ങൾക്ക് വരരുത്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ hi+1 എന്നോ hi+2 എന്നോ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു.